നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ പലവിധ ചമ്മന്തികൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിപ്പോൾ കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി കൂടിയാണിത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ്. ഒരു അരക്കപ്പോളം തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചെറിയുള്ളി വേണം. ഒരു 10ഓളം ചെറിയുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയൊക്കെ കുറച്ച് മതി. നമുക്കിതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി പുളിക്ക് പകരം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു കഷ്ണം പുളി ഉപയോഗിച്ചാൽ മതി. പിന്നീട് എടുത്തിരിക്കുന്നത് 4 വറ്റൽമുളകാണ്. വറ്റൽമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ആദ്യം തന്നെ നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മളിതിൽ തേങ്ങ ചെരുവിയതിന് പകരമാണ് തേങ്ങാക്കൊത്ത് ഉപയോഗിക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു ബ്രൗണിഷ് നിറമായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് അതെടുത്ത് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 4 വറ്റൽമുളകും ഇതുപോലെ തന്നെ ഒന്ന് മൂത്തിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ തേങ്ങാക്കൊത്തും കൂടി ആകുമ്പോൾ അന്ന് കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വറ്റൽമുളകൊന്ന് മൂത്തിയിട്ട് വന്നിട്ടുണ്ട്. സമയത്ത് നമുക്കത് ഒന്ന് കോരി മാറ്റാവുന്നതാണ്. കൂടുതൽ നേരം വെച്ചിരുന്നാൽ അത് നന്നായിട്ട് കത്തിട്ട് പോവും. അതൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോൾ 1 2 എണ്ണോ മാത്രം മതി. ചെറിയുള്ളി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി നമുക്ക് ഏത് ഭക്ഷണത്തിൽ ചേർത്താലും ടേസ്റ്റ് കൂടുതലുള്ളൂ. ഇപ്പോൾ അതൊന്ന് മൂത്തിട്ട് വന്നിട്ടുണ്ട്. സമയത്ത് ആ വെളിച്ചെണ്ണയോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചമ്മന്തിയുടെ പരുവത്തിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പുളിയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ. ഇഞ്ചി കൂടിപ്പോയാൽ അതിന് ടേസ്റ്റ് തന്നെ മാറിപ്പോവും ചമ്മന്തിയുടെ. അതുകൊണ്ട് ഇഞ്ചി എപ്പോഴും ചെറിയൊരു കഷ്ണം എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത ശേഷം ഉപ്പ് ചേർക്കാവുന്നതാണ്, പക്ഷെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുർക്കയാണ്. വിനാഗിരി എന്ന് പറയും. 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഞാനിവിടെ ചമ്മന്തി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് അരച്ചെടുത്താൽ മതി ചമ്മന്തിയുടെ പരുവത്തിൽ. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.